വീട്ടമ്മമാരുടെ സ്വന്തം കൂരയ്ക്ക് കീഴിൽ അന്തിയുറങ്ങണമെന്ന സ്വപ്നം പൂവണിഞ്ഞു. അഴീക്കോട് ഗ്രാമത്തിലെ നന്മയുള്ള ഏതാനും ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ നന്മയാണ് നിർധനരായ അഞ്ചാമത്തെ കുടുംബത്തിന് വീടൊരുക്കിയത്. 8 വർഷം മുൻപ് കൂലിപ്പണിക്കാരായ ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് രൂപം നൽകിയ നന്മ സാധുജന സഹായ സംഘം എല്ലാ വാർഷികങ്ങളിലും വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിനും നിർമ്മാണ തൊഴിലാളികളായ ഇവരുടെ വിയർപ്പ് തന്നെയാണ് മൂലധനത്തോട് ചേരുന്നത്. എല്ലാ മാസവും 40ഓളം കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് നൽകി വരുന്ന ഇവർ ഏതാനും കുടുംബങ്ങൾക്ക് സ്ഥിരമായി ഭക്ഷ്യക്കിറ്റുകളും നൽകി വരുന്നുണ്ട്. ചെയർമാൻ ഷുഐബ് മദനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇവരിലാർക്കും തങ്ങളുടെ പേര് പരസ്യപ്പെടുത്തുവാനോ വേദിയിൽ ചമഞ്ഞിരിക്കാനോ ആഗ്രഹമില്ല എന്നതാണ് നന്മ എന്ന പേരിന്റെ സൗന്ദര്യം വിളിച്ചോതുന്നത്. അഴീക്കോടിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതാണ് ഇവരുടെ പുഞ്ചിരി തൂകുന്ന മുഖങ്ങൾ പറയുന്നത്. നന്മയുടെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഇ ടി ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ചു. വിഭവം കുറവും ആണെന്നുള്ളതാണ്. ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് നമ്മുടെ അസ്മാബി കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മാസ്റ്റർ എക്കണോമിക്സ് എടുക്കുമ്പോൾ ആദ്യം പറയും, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സ് ഈസ് ലിമിറ്റഡ് എന്നാണ്. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആശയങ്ങൾ ഇതൊക്കെ അനന്തമാണ്. എന്നാൽ അത് നിർവഹിക്കാൻ വേണ്ടുന്ന പണമോ വിഭവമോ അത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തരം യോജിപ്പോട് കൂടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ, നാടിന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും. അതിൽ ഒരു നല്ല കണ്ണിയായി പ്രവർത്തിക്കുന്നു നന്മ സാധുജന സഹായ സമിതി എന്നതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷവും. കോവിഡ് കാലത്തും അല്ലാതെ ഇരുന്ന സന്ദർഭത്തിലും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന കാര്യത്തിലും അല്ലെ അങ്ങനെയുള്ള കുട്ടികൾക്ക് SSLCയോ ഏതെങ്കിലും ഐറ്റത്തിലൊക്കെ ഒരു ഉയർന്ന സ്ഥാനം കിട്ടുമ്പോൾ അഭിനന്ദിക്കാൻ നമ്മൾ നന്മ കാണിക്കുന്ന പ്രവർത്തനത്തിലും, കുട്ടികൾക്ക് പഠനോപകരണം കൊടുക്കുന്ന പ്രവർത്തനത്തിലും, എന്തിന് വീട് വയ്ക്കുന്ന പ്രവർത്തനത്തിലും എല്ലാം നന്മയുടെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഒരു പ്രദേശത്തിന്റെ സാധ്യതകളെ ഉയർത്തുന്നു. അല്ല ഇങ്ങനെയുള്ള ചില പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം കുറെ കൂടി കാര്യക്ഷമമായി നമുക്ക് നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നന്മ നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ അഴീക്കോട് സിരി സാഹിബ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ അബു റബീബ് ബാഗവി മുഖ്യപ്രഭാഷണം നടത്തി. നന്മ ചെയർമാൻ TR ഷുഐബ് മദനി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ലുക്മാനുൽ ഹക്കീം തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നന്മ സെക്രട്ടറി AK നിസാർ സ്വാഗതം പറഞ്ഞു.